എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മോസ്പൗ പ്രഭാവത്തെക്കുറിച്ചാണ്. അതായത്, ഒരു തരി പോലും ഊർജം നഷ്ടപ്പെടാത്ത ഒരു പെർഫെക്റ്റ് ഫോട്ടോണിനെ ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? വാ നമുക്ക് നോക്കാം. അപ്പോ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒരു പീരങ്കി വെടിവെക്കുന്നതും അറ്റോമിക് ഫിസിക്സും തമ്മിൽ എന്താണിത്ര ബന്ധം? ഒറ്റയടിക്ക് കേട്ടാൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നും, അല്ലേ? പക്ഷേ ഫിസിക്സിലെ വലിയൊരു പ്രശ്നത്തിന് വളരെ കിടിലനൊരു പരിഹാരം കണ്ടെത്താൻ ഈ ഒരു താരതമ്യം നമ്മളെ സഹായിക്കും. ശരി, അപ്പോ എന്തായിരുന്നു ആ പ്രശ്നം? ശാസ്ത്രജ്ഞർ തലപുകഞ്ഞാലോചിച്ച ആ പ്രശ്നമായിരുന്നു റീകോയിൽ പ്രോബ്ലം, അല്ലെങ്കിൽ നമുക്ക് പറയാം പിന്നോട്ടുള്ള തള്ളലിന്റെ പ്രശ്നം. ഇപ്പൊ നോക്കൂ, ഒരു പീരങ്കിയിൽ നിന്ന് ഉണ്ട മുന്നോട്ട് ചീറിപ്പായുമ്പോൾ ആ പീരങ്കി പിന്നോട്ട് ഒരൊറ്റ തെറിക്കലല്ലേ? ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ. ഒരു ആറ്റത്തിന്റെ നടുക്കുള്ള ന്യൂക്ലിയസ് ഒരു ഗാമാകിരണം, അതായത് ഒരു പ്രകാശകണം പുറത്തുവിടുമ്പോൾ ആ ന്യൂക്ലിയസിന് കിട്ടും പിന്നോട്ട് ഒരടി. ഫിസിക്സില് ഇതിനെ പറയുന്ന പേരാണ് അറ്റോമിക് റീകോയിൽ. പക്ഷേ ഈ പിന്നോട്ടുള്ള തള്ളൽ വെറും ഒരു ചലനം മാത്രമല്ല കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറത്തുവരുന്ന ഗാമാകിരണത്തിന്റെ ഊർജത്തിൽ നിന്ന് ഒരു പങ്ക് ഇതങ്ങോട്ട് മോഷ്ടിക്കും. അപ്പൊ ഇതാണ് യഥാർത്ഥ പ്രശ്നം. ശാസ്ത്രജ്ഞർക്ക് വേണ്ടതെന്താ? മുഴുവൻ ഊർജവുമുള്ള ഒരു പെർഫെക്റ്റ് ഫോട്ടോൺ. പക്ഷേ ഈ റീകോയിൽ കാരണം എന്ത് സംഭവിക്കുന്നു? ഊർജം രണ്ടായിട്ട് ഭാഗം വെച്ചു പോകുന്നു. കുറച്ച് ഫോട്ടോണിനും ബാക്കി പിന്നോട്ട് തിരിക്കുന്ന ആറ്റത്തിനും. അതോടെ നമ്മുടെ ഫോട്ടോൺ ഒരു അപൂർണ ഫോട്ടോണായി മാറി. അപ്പോ ഈയൊരു പ്രശ്നത്തിന് അതിഗംഭീരമായ എന്നുവെച്ചാൽ വളരെ ലളിതമായ ഒരു പരിഹാരമുണ്ടായിരുന്നു. അവിടെയാണ് കളി മാറുന്നത്. ശാസ്ത്രജ്ഞർ ഈ പിന്നോട്ടുള്ള തള്ളലിനെ എങ്ങനെയാണ് പൂട്ടിയതെന്ന് നമുക്ക് നോക്കാം. അവിടെയാണ് നമ്മൾ മോസ്ബൗർ പ്രഭാവത്തിലേക്ക് എത്തുന്നത്. ഐഡിയ വളരെ സിമ്പിളാണ്. ഗാമാകിരണം പുറത്തുവിടുന്ന ആറ്റത്തെ ഒറ്റയ്ക്ക് നിർത്തുന്നതിന് പകരം അതിനൊരു ക്രിസ്റ്റലിന്റെ ഉള്ളിലങ്ങ് ഉറപ്പിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ആ പിന്നോട്ടുള്ള തള്ളൽ ആ ഒരൊറ്റ ആറ്റത്തിന് പകരം ആ ക്രിസ്റ്റൽ മൊത്തത്തിലങ്ങ് ഏറ്റെടുക്കും. നമ്മുടെ പീരങ്കിയുടെ ഉദാഹരണം ഒന്നുകൂടി ഓർത്തേ. ഒരു ചെറിയ ബോട്ടിലിൽ വെച്ച് പീരങ്കി വെടിവെക്കുന്നതും ഒരു കൂറ്റൻ വിമാനവാഹിനി കപ്പലിൽ വെൽഡ് ചെയ്ത് വെച്ചിട്ട് വെടിവെക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചു നോക്കൂ. കപ്പൽ ഒരിഞ്ച് അനങ്ങുമോ? ഇല്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ആശയം എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പിണ്ഡത്തിലെ വ്യത്യാസം ഒന്ന് നോക്കാം. ഒരു അയേൺ 57 ആറ്റത്തിന്റെ ഭാരം എത്രയാണെന്ന് നോക്കിക്കേ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ചെറിയൊരു സംഖ്യയാണിത്. ഇനി ആ ആറ്റം ഇരിക്കുന്ന ക്രിസ്റ്റലിന്റെ ഭാരം നോക്കൂ. വെറും 1 ഗ്രാം. ഒരു പേപ്പർ ക്ലിപ്പിന്റെ അത്രയേ ഉള്ളൂ. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണെന്ന് തോന്നാം. പക്ഷേ ഒരൊറ്റ ആറ്റത്തിന്റെ ഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു മല പോലെ വലുതാണ്. ഈ ഭീമാകാരമായ പിണ്ഡമാണ് ആ പിന്നോട്ടുള്ള തള്ളലിനെ ഒന്നുമല്ലാതാക്കി മാറ്റുന്നത്. ഈ പട്ടിക നോക്കുമ്പോൾ ആ വ്യത്യാസം ശരിക്കും വ്യക്തമാവും, അല്ലേ? ആറ്റം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഫോട്ടോണിന് കാര്യമായ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നുണ്ട്. എന്നാൽ അതേ ആറ്റം ഒരു ക്രിസ്റ്റലിന്റെ ഭാഗമാകുമ്പോഴോ പിന്നോട്ട് തള്ളപ്പെടുന്ന പിണ്ഡം അത്രയും വലുതായതുകൊണ്ട് ഊർജ്ജനഷ്ടം ഏതാണ്ട് 0 മാറുന്നു. നമുക്ക് ധൈര്യമായിട്ടത് അവഗണിക്കാം. അങ്ങനെ പിന്നോട്ടുള്ള തള്ളൽ എന്ന ആ വലിയ പ്രശ്നം പരിഹരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു സമ്പൂർണ്ണ ഫോട്ടോൺ പിറവിയെടുത്തു. അതെ, ഫലം ഇതാണ്. ഒരു തരി പോലും ഊർജം നഷ്ടപ്പെടാത്ത, അതിന്റെ മുഴുവൻ ഊർജത്തോടും കൂടി പുറത്തുവരുന്ന ഒരു ഗാമാകിരണം. ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് റീകോയിൽ ഫ്രീ ഗാമാകിരണം എന്നാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ നോക്കിക്കേ. നമുക്ക് കിട്ടുന്നത് ഒരേ ഊർജവും ഒരേ ഫ്രീക്വൻസിയുമുള്ള ഫോട്ടോണുകളാണ്. ഇതെന്തുപോലെയാണെന്നറിയാമോ? സംഗീതത്തിൽ ശ്രുതി മീട്ടാൻ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കില്ലേ? അതുപോലെ ഫിസിക്സിലെ ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ അളക്കാനുള്ള ഒരു അൾട്ടിമേറ്റ് ട്യൂണിംഗ് ഫോർക്കായി ഇത് മാറി. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഇങ്ങനെ കിട്ടിയ ഈ സമ്പൂർണ്ണ ഫോട്ടോൺ ഉപയോഗിച്ച് ശാസ്ത്രലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു സിദ്ധാന്തം അവർ പരീക്ഷിച്ചു. ഈ കണ്ടുപിടുത്തത്തിന് ശേഷം കാര്യങ്ങൾ എത്ര വേഗത്തിലാണ് മുന്നോട്ടു പോയതെന്ന് നോക്കിക്കേ. 1958 റുഡോൾഫ് മോസ്ബൗർ ഇത് കണ്ടെത്തുന്നു. വെറും 2 വർഷം കഴിഞ്ഞ് 1960 പൗണ്ട് റെപ്ക പരീക്ഷണം നടക്കുന്നു. അതിനടുത്ത വർഷം 1961 അദ്ദേഹത്തിന് ഫിസിക്സിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചു. അപ്പോ എന്തായിരുന്നു ആ പരീക്ഷണം? ഐൻസ്റ്റീന്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം പറയുന്നത് ഗുരുത്വാകർഷണത്തിന് പ്രകാശത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ്. അതായത് ഒരു ഫോട്ടോൺ താഴേക്ക് വരുമ്പോൾ അതിന്റെ ഊർജം വളരെ നേരിയ തോതിൽ കൂടും. ഈ മാറ്റം അതിഭയങ്കര സൂക്ഷ്മമായതുകൊണ്ട് അത് അളക്കാൻ അത്രയും കൃത്യതയുള്ളൊരു ഉപകരണം വേണമായിരുന്നു.
അവിടെയാണ് നമ്മുടെ മോസ്ബൗർ പ്രഭാവം ഒരു ഹീറോയെപ്പോലെ കടന്നുവന്നത്. ഗുരുത്വാകർഷണത്തിന്റെ ആ നേരിയ സ്വാധീനം അളക്കാൻ ആവശ്യമായ ആ പെർഫെക്റ്റ് ടൂൾ അല്ലെങ്കിൽ ട്യൂണിംഗ് ഫോർക്ക് നൽകിയത് ഈ കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ഈ കൃത്യതയുടെ ശക്തി എന്താണ്? നമുക്ക് ചുരുക്കി പറയാം. ഈ 3 സ്റ്റെപ്പുകളായി നമുക്കിതിനെ ഓർക്കാം. 1. പ്രശ്നം. ആറ്റോമിക് റീകോയിൽ ഫോട്ടോണുകളിൽ നിന്ന് ഊർജം മോഷ്ടിക്കുന്നു. 2. പരിഹാരം. ആറ്റത്തിനെ ഒരു വലിയ ക്രിസ്റ്റലിലങ്ങ് ഉറപ്പിക്കുന്നു. 3. ഫലം. ക്രിസ്റ്റൽ മുഴുവനായി ആ റീകോയിൽ ഏറ്റെടുക്കുന്നു. അങ്ങനെ നമുക്ക് ഊർജം ഒട്ടും നഷ്ടപ്പെടാത്ത ഒരു സമ്പൂർണ്ണ ഫോട്ടോൺ കിട്ടുന്നു. അതെ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. കാഴ്ചപ്പാടിൽ വരുത്തിയ ഒരു ചെറിയ മാറ്റം ഒരാറ്റത്തെ ഒറ്റയ്ക്ക് കാണുന്നതിനു പകരം അതിനെ ഒരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമായി കണ്ടപ്പോൾ അപൂർണമായ ഒരു കണം പ്രപഞ്ചരഹസ്യങ്ങൾ അളക്കാനുള്ള ഒരു സമ്പൂർണ്ണ ഉപകരണമായി മാറി. അപ്പോ ഞാൻ ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ ചിന്താഗതിയിലും കാഴ്ചപ്പാടിലും മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ഇന്ന് നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങൾ നാളത്തെ ശാസ്ത്രത്തിന് കണ്ടെത്താനും അളക്കാനും സാധിക്കും? ഒന്നാലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.